ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് കുഞ്ഞു മക്കൾക്കൊരു ഡങ്കരി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 1.5 മീറ്ററാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നമുക്ക് അളവ് നോക്കിയാലോ. ഷോൾഡർ 5.5 വരുന്നത്, ചെസ്റ്റ് 23, അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി 25 ആവും. അപ്പോൾ അതിനെ 4 ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. വേസ്റ്റ് അതേപോലെ 21 + 2, അപ്പോൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 5.25. ഹിപ്പും അത് തന്നെ. അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് 29 കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പൂടെ കൂട്ടി നമുക്ക് 31 ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബാലൻസ് തുണിയിലാണ് കേട്ടോ, യൂസ് ചെയ്ത തുണിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 1.5 മീറ്റർ എടുക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ 4 ലൈനിങ്ങിനെ മടക്കിയിട്ട് കൊടുത്തേ. ഇനി ഷോൾഡർ 5.25 കേട്ടോ. അപ്പോൾ ഞാൻ 5.25 മാർക്ക് കൊടുത്തു. താഴോട്ട് 5.5 എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. ചെസ്റ്റിൻ്റെ വണ്ണം 6.25, തയ്യൽ തുമ്പ് വേസ്റ്റ് കൊടുക്കുന്നത് 9 കേട്ടോ. അവിടെ 5.25 തയ്യൽ തുമ്പും. പിന്നെ ഹിപ്പ് കൊടുക്കുന്നത് 12 6.25 തയ്യൽ തുമ്പും. ലൈനിങ് 2 ഇഞ്ച് കുറച്ചെടുക്കാം. അപ്പോൾ 29 2 ഇഞ്ച് കുറച്ചെടുക്കുക കേട്ടോ. അവിടെ കിട്ടുന്ന ലെങ്ത്ത് വീതി കിട്ടുന്നത് 11. ഇതേപോലെ ഹിപ്പിൽ നിന്ന് ഒരു ലൈൻ കൊടുത്തു. 2.5 കഴുത്തിൻ്റെ വീതി കൊടുക്കുന്നത്. ഇറക്കം കൊടുക്കുന്നത് 5.5. എന്നിട്ട് നമ്മൾ ആ 2.5 മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് 1/2 ഇഞ്ച് കയറ്റി ഒരു വി നെക്ക് കൊടുത്തു. അവിടുന്ന് 1 ഇഞ്ച് കറക്റ്റായിട്ട് 1 ഇഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ വീതി. അവിടുന്ന് നമ്മൾ ആം ഹോൾ അകത്തേക്ക് കേവ് ചെയ്താണ് കേട്ടോ വരച്ചെടുത്തേക്കുന്നത്. ആം ഹോളിൻ്റെ ഇറക്കം 5.5 തന്നെ കൊടുക്കുക. കാരണം ടൈറ്റായി പോവും. നമ്മൾ 4 കൊടുത്താൽ 5.5 തന്നെ കൊടുക്കുക കേട്ടോ. 5.5 6 കൊടുത്താൽ കുഴപ്പമില്ല. ഇത് കെട്ടുന്ന മോഡലായതുകൊണ്ട് ആം ഹോൾ ടൈറ്റായിരുന്നാൽ ഒട്ടും ഭംഗി കിട്ടില്ല. അവിടെ 1 ഇഞ്ച് വീതിയേ ഉള്ളൂ കേട്ടോ. അതുകൂടെ പ്രത്യേകം ഒന്ന് നോക്കണം. ഇതേപോലെ മെയിൻ ക്ലോത്തും 4 മടക്കിയിട്ട് കൊടുത്തേ. കറക്റ്റ് നമ്മൾ വെട്ടിയെടുത്ത ലൈനിങ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് മുകളിൽ നിന്ന് ലെങ്ത്ത് നമുക്ക് വേണ്ടത് തയ്യൽ തുമ്പൂടെ കൂട്ടി 31. അതൊന്ന് മാർക്ക് ചെയ്തെടുത്തു. അവിടുത്തെ വീതി എനിക്ക് കിട്ടുന്നത് 18 കേട്ടോ. അതും എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് വീതി കുറവും ഇത് വീതി കൂടുതലും ആയതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. അതും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. സെൻറ്റർ മാർക്ക് ചെയ്ത് മാത്രം കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടാണ് കേട്ടോ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ബാലൻസ് വള്ളി വെക്കാനായിട്ട് 14 ഇഞ്ചിൻ്റെ നീളവും 2.5 ഇഞ്ചിൻ്റെ വീതിയുടെ തുണി എടുത്തിട്ടുണ്ട്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനെ ഇതേപോലെ മടക്കി 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പ് വേണം. തീരെ ചെറുതായി പോയാൽ എന്താ പറയുക, കെട്ടിടപ്പ് മോഡലായി പോവും. എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ചെടുക്കാം. ഇതേപോലെ ഈ 4 പീസും തിരിച്ചെടുക്കണം കേട്ടോ. ഇനി ആദ്യം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. പിന്നെ ലൈനിങ് ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഇതേപോലെ ഈ വള്ളി ഇങ്ങനെ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ആ വള്ളി വെച്ചേക്കുന്നിടത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ടൈറ്റായിട്ട് കെട്ടുമ്പോൾ ഈ വള്ളി ഊരിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഭാഗം വരുമ്പോൾ ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് തുണി ചുളുങ്ങി പോവാതെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ. എൻ്റെ ഈ തുണി ഭയങ്കര പാടാണ്
സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് വേണ്ടാത്ത ആ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്താൽ ഇത് പാടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാവേ. ഇനി ഇതിനെ ഇതേപോലെ തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് തേച്ചെടുക്കാമെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്യുമ്പോഴേ അടിഭാഗം വരെ നമുക്ക് വീതി കുറവാണെങ്കിൽ അടിഭാഗം വരെ ജോയിൻ ചെയ്യേണ്ട. ഒരു 3/4 വരെ ജോയിൻ ചെയ്തിട്ട് ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് ജോയിൻ ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് സൈഡൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് സൈഡ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാൻ പാടില്ല. ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് നമുക്കൊന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് 6.25, അതേപോലെ വേസ്റ്റ് കൊടുക്കുന്നത് 9-ലാണ്, അവിടെ 5.25. പിന്നെ നമുക്ക് വള്ളിയും കൂടെ കൊടുക്കണം കേട്ടോ. വള്ളി ഞാൻ കൊടുക്കുന്നത് 9-ലാണ് കേട്ടോ. പിന്നെ 12-ൽ ഹിപ്പ്. ഇനി നമുക്ക് വള്ളി ഇതേപോലെ താഴോട്ട് ജോയിൻ ചെയ്ത് പോയാൽ മതി. വള്ളി സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 22 വീതിയും 22 ഇറക്കവും 4 വീതിയിലും തുണി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചരിച്ചാദ്യം ഒരു ക്രോസ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോഴാണ് കേട്ടോ ഭംഗി വള്ളിക്ക് കിട്ടുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം. വള്ളി തിരിച്ചിടുന്നതിൻ്റെ ടൂളാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത അപ്പുറത്തൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് വള്ളി എവിടെ വെക്കണ്ടേന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ഇട്ടെടുക്കുക. വള്ളി വരുന്ന ഭാഗത്ത് ഇതേപോലെ വള്ളി അകത്തേക്ക് വെച്ചിട്ട്, പിന്നെ താഴോട്ട് പോകുന്ന സ്റ്റിച്ചിൽ വള്ളി കൊള്ളാൻ പാടില്ല കേട്ടോ. അത് നോക്കി സ്റ്റിച്ച് ചെയ്യുക. താഴോട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇനി എത്ര തയ്യൽ തുമ്പാണോ വേണ്ടത് അതനുസരിച്ച് തയ്യൽ തുമ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത്രയും ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അടിഭാഗം
അടിഭാഗം മടക്കി അടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. രണ്ട് അടിഭാഗവും കറക്റ്റാണോ അല്ലയോ, ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് നോക്കുക. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കറക്റ്റാക്കിയിട്ട് മാത്രം അടിഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പൊങ്ങി താന്നുമിരിക്കും. ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ആ വൃത്തികേട് മനസ്സിലാകുന്നത്. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഒരു വട്ടം സ്റ്റിച്ച് ചെയ്തിട്ടാണ് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാതെ ചില വട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റാവും. 2 വട്ടം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റാവും, ചിലപ്പോൾ കറക്റ്റാവില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് മാക്സിമം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഈ വള്ളി നമുക്കൊരു 10-11 ലെങ്ത്ത് മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. എന്നിട്ട് ഇതേപോലൊരു പീസ് എടുത്തിട്ട് നമുക്കൊരു ഡോരി പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 4ൻ്റെയും ഇതേപോലെ ചെയ്തെടുക്കണേ. നമ്മുടെ വർക്ക് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ, വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഞാൻ ഔട്ട്ലുക്കാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് ഉള്ളിലൊരു ടീഷർട്ട് ഇട്ടിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഔട്ട്ലുക്ക് വളരെ നന്നായി കിട്ടും കേട്ടോ. ഈ മെറ്റീരിയൽ എൻ്റെ ഒരു ഗൗണിൻ്റെ മെറ്റീരിയലായിരുന്നു കേട്ടോ. ഞാനതങ്ങനെ യൂസ് ചെയ്യാറില്ല. കോട്ടൺ ടച്ചായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വെട്ടി ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാത്ത മെറ്റീരിയൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.